സംസ്ഥാനത്ത് വലിയ തരത്തിൽ മഴയാണ്. ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടവുമുണ്ട്. ശക്തമായ മഴയിൽ ഇടുക്കി മൂന്നാറിൽ മണ്ണിടിഞ്ഞ് ഇന്നലെ ലോറി ഡ്രൈവർ മരിച്ചിരുന്നു. മൂന്നാർ അന്തോണിയാർ ഉന്നതിയിലെ ഗണേശനാണ് മരിച്ചത്. കോഴിക്കോട് വിലങ്ങാട് ശക്തമായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വയനാട് മക്കിമലയിൽ 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അട്ടപ്പാടിയിൽ 2 ദിവസമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുമായിട്ടില്ല. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസും ആകാശും, ലെവിൻ കെ വിജയനും ആൽവിൻ തോമസുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ആൽവിനിലേക്കാണ്. ആൽവിൻ, മൂന്നാറിൽ കനത്ത മഴയായിരുന്നു ഇന്നലെ. ഒരാളുടെ ജീവനും നഷ്ടമായി എന്നുള്ളത് അതിദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ്. നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം ഏതു രീതിയിലാണ്? ഇപ്പോഴും മഴ തുടരുകയാണോ? അതുപോലെ തന്നെ ഇത്തരത്തിൽ ഗ്യാപ് റോഡിലൊക്കെ ഗതാഗതം ഏതു രീതിയിലാണ്? പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? സ്വാതി, നമുക്ക് കാഴ്ചയിൽ കാണുന്നത് പോലെ തന്നെ ഒരു വലിയ മണ്ണിടിച്ചിലാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഈ മൂന്നാറിലെ ഗ്യാപ് റോഡിൽ ഉണ്ടാകുന്നത്. ഇത് ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്ത് ഗവൺമെൻറ് കോളേജിൻ്റെ പരിസരത്തു നിന്നാണ് ഈ മണ്ണ് വലിയ തോതിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാകും. വലിയ പാറക്കെട്ടുകൾ ഉൾപ്പെടെ വലിയ മണ്ണ് ഒത്തിരി വലിയ നിരയിലുള്ള പാറക്കെട്ടും അതോടൊപ്പം കല്ലുകളും ഒക്കെ താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഇത് പതിച്ചത് നേരെ ഈ റോഡിലേക്കാണ്, ദേശീയപാതയിലേക്കാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ഭാഗം കൂടിയാണ് ഇത്. ഈ പ്രദേശത്തേക്കാണ് ഈ മണ്ണും കല്ലും ഉൾപ്പെടെ പതിച്ചിരിക്കുന്നത്. ഏതാണ്ട് പൂർണ്ണമായും ഗതാഗതം ഇപ്പോൾ സ്തംഭിച്ച അവസ്ഥയാണ്. ഇന്നലെ മുതൽ തന്നെ ഇന്നലെ രാത്രിയാണ് ഗണേശൻ സഞ്ചരിച്ച ലോറിക്ക് മുകളിലേക്ക് ഈ മണ്ണും കല്ലുമെല്ലാം പതിക്കുന്നത്. അങ്ങനെയാണ് ഗണേശൻ്റെ മരണം സംഭവിച്ചത്. ഇപ്പോൾ ഇന്ന് രാവിലെയും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. നമുക്ക് കാണാവുന്നത് പോലെ തന്നെ ഈ ഒരു വലിയ പ്രദേശത്ത് നിന്ന് തൊട്ട് അടുത്ത ഓപ്പോസിറ്റുള്ള സ്ഥലത്തേക്ക് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ താഴെ ഭാഗത്തേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞ് പോയിട്ടുള്ളത്. ഈ കാഴ്ചയിൽ തന്നെ അതിൻ്റെ കെട്ടിടങ്ങൾക്ക് ചെറിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 2018 ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വശത്ത് തന്നെയാണ് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഏതാണ്ട് ആ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ വലിയൊരു ഭാഗം പൂർണ്ണമായും താറുമാറാകുകയും ചെയ്തത്. ഇത് താഴേക്ക് പതിച്ചതും അന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ പരിസരത്തേക്കായിരുന്നു. അന്ന് അതും വലിയ തോതിൽ താറുമാറായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് പുനർനിർമ്മിച്ചെടുത്തതാണ്. ഇപ്പോൾ ആ പരിസരത്ത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഇപ്പോൾ വരുന്ന മണിക്കൂർ, അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. രാവിലെ ഏതാണ്ട് അല്പം മുമ്പ് വരെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. ഇതിന് അടുത്ത് തന്നെ നമുക്ക് ഈ വഴിയിൽ മറുവശം കാണാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ ഈ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആ വഴിക്ക് അപ്പുറത്തേക്ക് അല്പം മുന്നോട്ട് പോകുമ്പോഴാണ് ദേവികുളം എന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ദേവികുളം LP സ്കൂളിന് സമീപത്ത് അല്പം മുമ്പ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പുതിയ വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നു. ദേവികുളം LP സ്കൂളിന് സമീപത്തായി വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ അല്പം മുമ്പാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് മറ്റു വാഹനങ്ങൾ അവിടെ ഇല്ല. ഇതുവഴി യാത്ര ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചത് നിലയിലായതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഇത്രത്തോളം വലിയ രീതിയിലുള്ള മണ്ണും കല്ലും ഒക്കെ നീക്കം ചെയ്യണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. ദേവികുളം സബ് കളക്ടറുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ വരും ദിവസങ്ങളിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് വലിയൊരു പ്രയത്നമായിരിക്കും. നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ഈ പാറക്കെട്ടുകളും അതോടൊപ്പം തന്നെ ഈ മണ്ണും നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിന് തുടർച്ചയായി ഇന്ന് രാവിലെയും മണ്ണിടിയുകയായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിൽ കൂടുതൽ തോതിലാണ് മണ്ണിടിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ മണ്ണിടിച്ചിൽ ഇനിയും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത്. സ്വാതി. ശരി ആൽവിൻ, അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വലിയ തരത്തിൽ അപകട ഭീഷണി ഉയർത്തി തന്നെയാണ് അവിടെ മണ്ണിടിയുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ തരത്തിൽ മഴ ഉണ്ട്. നമുക്കിനി ലിനറ്റ് വർഗീസിലേക്ക് പോകാം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ്. പ്രത്യേകിച്ചും വയനാട്ടിലൊക്കെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മഴക്കെടുതിയും രൂക്ഷമാണ് എന്നുള്ളതാണ്. ലിനറ്റ്, നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ മഴ തുടരുന്നത്? അതുപോലെ ആളുകളൊക്കെ സുരക്ഷിതരാണോ? സ്വാതി, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം
എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് നേരിയ ശമനം ആയിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം 30ഓളം കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. മാനന്തവാടി താലൂക്കിലെ രണ്ട് ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ഇവിടെ 30ഓളം കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് കാപ്പിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് 4ഓളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. ഇന്നലെ തലപ്പുഴ പുഴയിൽ ശക്തമായ നീരൊഴുക്കാണ് ഉണ്ടായത്. ശക്തമായ മഴയിൽ നീരൊഴുക്ക് കൂടിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി. ഇതേ തുടർന്ന് കാപ്പിക്കളത്ത് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. അതേ തുടർന്നാണ് അവരെ ഉടൻ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് തന്നെ മാറ്റിയത്. അതിനുശേഷവും അവിടെ മണ്ണിടിച്ചിലുണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇതുവരെ നിലവിൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും മഴയ്ക്ക് നേരിയ ശമനമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. എന്നിരുന്നാലും മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടർ 85 സെൻറ്റിമീറ്ററിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടമാനത്തോട് പനമരം എന്ന് പറയുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പുഴയോട് ചേർന്ന് താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ലിനറ്റ്, വയനാട്ടിൽ അത്തരത്തിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജനങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ 24 മണിക്കൂറായി അതിശക്തമായ മഴയാണ് വയനാട്ടിൽ പെയ്യുന്നത് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് ലിനറ്റ് നൽകിയത്. കോഴിക്കോട് നിന്നും ആകാശാണ് ചേരുന്നത് വിവരങ്ങളുമായി. ആകാശ്, കോഴിക്കോടും വലിയ തരത്തിൽ മഴക്കെടുതി അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് കോഴിക്കോട് എന്നുള്ളതാണ്. വിലങ്ങാട് അടക്കം അത്തരത്തിൽ മഴ പെയ്യുന്നുണ്ട്, മണ്ണ് ഇടിയുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതു രീതിയിലാണ് അവിടെ മുന്നറിയിപ്പുകൾ ഉള്ളത്? ഏതെല്ലാം രീതിയിലാണ് അതിന് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്? സ്വാതി, കോഴിക്കോട് 3 മണിക്കൂറിലേറെ മഴ നിന്നിരിക്കുകയാണ്. ഇപ്പോൾ വെയിലായിരിക്കുകയാണ് കോഴിക്കോട് കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ അരയടി കൂടി ഉയർത്തിയിട്ടുണ്ട്. നീരൊഴുക്ക് കൂടിയതിനാലാണ് കക്കയം ഡാമിൻ്റെ ഷട്ടർ ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ മാവൂരും ഗ്രാമപ്രദേശങ്ങളായ പെരുമണ്ണ, ചെത്തുകടവ് ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നുണ്ട്. എന്നാലും മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. വയനാട് ചുരത്തിൽ രാവിലെ മരം വീണിരുന്നു. മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഉരുട്ടിയിലടക്കം മരം വീണ് ഒരുപാട് വീടുകൾ നശിച്ചതായും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ അവിടങ്ങളിലെല്ലാം വൈദ്യുതി ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. വൈകിയായാലും വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. സ്വാതി.